പേര് സ്റ്റെല്ല കേട്ടോ. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് മാസം 2023 എടുത്തത്. ഉടമ്പടി എടുത്ത് പുതുക്കി 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച കാര്യം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതായത് ഞാൻ TTC പഠിച്ചതായിരുന്നു. ഞാൻ എത്ര തവണ ഒരു 10 കൊല്ലമായിട്ട് ഞാൻ കേട്ടിട്ട് എക്സാം എഴുതുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം ഉണ്ട്. ഞാൻ എല്ലാം അപ്ലൈ ചെയ്യും. പക്ഷേ 1 മാർക്ക് 2 മാർക്ക് ഈ മാർക്കിൽ ഞാൻ എങ്ങനെ ഫെയിൽ ആവും? ഞാൻ പഠിച്ച് ഒക്കെ പ്രിപ്പയർ ആയി പോയാലും ഞാൻ ഫെയിൽ ആവും. അങ്ങനെ ഇരിക്കവേ ഇങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ കേൾക്കി എൻ്റെ ഒരു പത്രം കിട്ടാനൊക്കെ ഇടയായി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു നീ പോയിട്ട് ഉടമ്പടി എടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. ഞാനും എൻ്റെ ചേച്ചിമാരും മീൻസ് നാത്തുമാരും കൂടിയാണ് വന്നവിടെ എടുത്തത്. വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എങ്ങനെ എഴുതിയാലും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ മാതാവ് സഞ്ചാരി മാതാവ് ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ നിലമ്പൂർക്ക് വരണം, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഞാൻ പരീക്ഷ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിൽ കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് അത്ര പേടിയായിരുന്നു. കാരണം ഒരു PSC എക്സാം എഴുതണമെങ്കിൽ എനിക്ക് പരീക്ഷ ജയിച്ചേ പറ്റില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല. സോ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് പരീക്ഷ കൂടെ എഴുതാൻ കഴിയണം. ഇനി ഞാൻ പോയി അപ്ലൈ ചെയ്തു. ഡിസംബർ 29 എക്സാം, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ. അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഇവിടെ അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഇന്നും പ്രാർത്ഥനയൊന്നും മുടങ്ങാതെ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. ചേച്ചിമാരും ഞങ്ങളെല്ലാവരും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അഗ്രിമന്ദിരത്തിലൊക്കെ പോകും. അവിടെ പത്രങ്ങൾ കൊടുക്കും, ഭക്ഷണം വാങ്ങി കൊടുക്കും. സാമ്പത്തികമായി ഒരുപാട് ഇല്ലെങ്കിലും ചെറുതായിട്ട് ഞങ്ങൾക്ക്